ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 724 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. 2 സഹോദരിമാർ അന്ധരായിട്ടാണ് ജനിച്ചത്. അവരുടെ പിതാവ് കഠിനാധ്വാനി ആയിരുന്നു എങ്കിൽ തന്നെയും തൻ്റെ മക്കൾക്ക് ഒരു ശസ്ത്രക്രിയ നടത്തിക്കൊണ്ട് അവർക്ക് കാഴ്ച ലഭിക്കുവാനുള്ളതായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശേഷിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മെഡിക്കൽ മിഷൻ ഡോക്ടർമാരുടെ ഒരു സംഘം അവരുടെ നാട്ടിലേക്ക് എത്തിയത്. ഈ മക്കളുടെ ശസ്ത്രക്രിയ ഈ സംഘം ഏറ്റെടുത്തു. അങ്ങനെ ശസ്ത്രക്രിയ കഴിഞ്ഞു. കണ്ണിലെ ബാൻഡേജ് അഴിക്കുന്ന ദിവസമായി. കണ്ണിലെ ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികൾ വിടർന്ന് പുഞ്ചിരിച്ചു. അമ്മേ, എനിക്ക് കാണാം എന്ന് അവർ ആശ്ചര്യഭരിതരായി പറഞ്ഞു. ജന്മനാ മുടന്തനായ ഒരാൾ ദൈവാലയത്തിന്റെ വാതിൽക്കൽ ഭിക്ഷാടന സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. തൻ്റെ കയ്യിൽ നാണയമൊന്നുമില്ല. എന്നാൽ അതിനേക്കാൾ മെച്ചമായ ഒന്നുണ്ട്. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന്. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. കാഴ്ചയുള്ളവരെക്കാളും കൈകാലുകളുള്ളവരെക്കാളും ഈ ആളുകൾ കാഴ്ച ലഭിച്ചപ്പോൾ, സൗഖ്യം പ്രാപിച്ചപ്പോൾ ആനന്ദിച്ചിട്ടുണ്ടാകും. പ്രിയരെ, നമ്മൾ പാപികളാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. പാപികളായ നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്നും ഇതുപോലെ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിച്ചാൽ ഇതേപോലെ സന്തോഷിക്കുവാനും ഇതേപോലെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവാലയത്തിലേക്ക് കടക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. സകലതും നമുക്കായി നൽകിയ, സകലത്തെയും ക്രമീകരിക്കുന്ന, എല്ലാ ദാനങ്ങളുടെയും ഉറവയായ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുമോ? ഈ ദിവസത്തിൽ അങ്ങനെയൊന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.